മക്കളെ നമ്മളൊരു സൈറ്റാണ് കേട്ടോ. പച്ചക്കറി വളർത്താൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഷെഡാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം തണൽ വല കെട്ടിയിട്ട് മൊത്തത്തിൽ പച്ചക്കറി വളർത്തുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ അതിൽ പിന്നെ ഒന്നും വളർത്തുന്നില്ല. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് പൈപ്പുകളൊക്കെ സൈഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടൊരു എവിയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ, കിളികൾക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ടോപ്പും സൈഡും എല്ലാ ഭാഗവും നമ്മൾ നെറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ വിഷ്വലാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഷെഡ്. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വല കഴിക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൈഡ് പൈപ്പും ഈ ഒരു ഭാഗത്ത് പൈപ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നെറ്റ് മൊത്തത്തിൽ അഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ നെറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ പച്ച തണൽ വലയൊക്കെ മാറ്റിയിട്ടേ നെറ്റ് നമ്മൾ അടിക്കുന്നുണ്ട്. ഒരു 40 അടിയോളം ഏകദേശം നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ അടിക്കുന്നില്ല, ഒരു 30 അടിയോളം വരുന്ന രീതിക്ക് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ബാക്കി ഒരു 10 അടി അങ്ങനെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നീട്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നെറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എവിടെയും ഗ്യാപ്പില്ലാത്ത രീതിക്കാണ് ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന കിളികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഒരു 4 അടി നീളമുള്ള കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ എല്ലാവരും കൂടെ തുറന്ന് വിടാന്നുള്ളൊരു രീതിക്കാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ടോപ്പ് ഭാഗം മൊത്തത്തിൽ നമ്മുടെ നെറ്റടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ പട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ നെറ്റിൻ്റെ കറക്റ്റ് ഗ്യാപ്പ് വരുന്ന രീതിക്ക് നമ്മൾ സൈഡിൽ പട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നെറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു നെറ്റിൻ്റെ ഒരു ഭാഗം തന്നെ ഒരു 16 അടിക്ക് മീതെ നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അത് അടിക്കുമ്പോൾ ഒരുവിധം ചുളിവൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലും ആ ജോയിൻറ്റ് വരുന്നിടത്ത് നമ്മൾ പട്ടി കടിക്കാത്ത കാരണം കൊണ്ട് അതിൽ ചെറിയൊരു തൂക്കം പോലെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഫിനിഷിങ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വലിച്ച് ബൾജിങ്ങൊക്കെ നമ്മൾ ആ കമ്പി ഉപയോഗിച്ചിട്ട് വലിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. എവിടെയും ഗ്യാപ്പ് വരാത്ത രീതിക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ബാക്ക് സൈഡിൽ നമ്മൾ പ്ലെയിൻ ഷീറ്റാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ആർച്ച് വരുന്നതിൻ്റെ ടോപ്പ് നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ് ഇതാ സൈഡ് ഭാഗങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൂടെ ഒന്ന് നമുക്ക് നെറ്റ് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ സൈഡ് ഭാഗങ്ങളൊക്കെ നെറ്റടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഡോർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഡോർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3 അടി നീളവും 3 അടി വീതിയും 7 അടി നീളത്തിൽ നമ്മൾ മൊത്തം ഒരു ബോക്സ് സെറ്റ് ചെയ്യുകയാണ്. അതിൽ 2 ഡോർ ഇതിലൂടെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുക. അപ്പോൾ 2 ഡോർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ നെറ്റ് അടിച്ചതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വരുന്നത് പ്ലെയിൻ ഷീറ്റാണ്. അപ്പോൾ അതും സെറ്റ് ചെയ്യണം. നമ്മുടെ നെറ്റ് അടിക്കലിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നെറ്റ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തെ നമുക്കൊരു കുറച്ച് ഏരിയ ഷീറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ഷീറ്റുകളും പൈപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ കേജുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു റാക്ക ഫാൻസി കേജുകളുണ്ടല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു റാക്ക് ഈ സൈഡിലേക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ പഴയ പൈപ്പുകളും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നമ്മൾ ഷീറ്റ് അടിക്കുന്നുണ്ട് അടിഭാഗത്ത ഗ്യാപ്പിൽ മൊത്തം. അപ്പോൾ ആ ഷീറ്റുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോറിലേക്കുള്ള ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടിൻ്റെ മെയിൻ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ അടിഭാഗങ്ങളിലേക്കുള്ള പീസുകളൂടി സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആവൂട്ടാ. ഇതാണ് നമ്മുടെ എവിയർ വർക്ക് കംപ്ലീറ്റ്
കഴിഞ്ഞിട്ടുള്ളതിൻ്റെ കാഴ്ച കേട്ടോ. ഇനി ഇതിൽ പെയിൻ്റ് അടിക്കാനുണ്ട്, വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. റാക്കിൽ ആ വി ബോർഡ് കട്ട് ചെയ്തിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബോക്സ് പോലെ 7 അടി നീളത്തിൽ 3 അടി വീതിക്ക് ഒരു ബോക്സ് ഇതുപോലെ സെറ്റ് ചെയ്ത് ആ ഒരു ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ഈ കാണുന്ന വാതിൽ കണ്ടില്ലേ, ഈ വാതിൽ നേരെ അടയ്ക്കുക, ലോക്ക് ചെയ്യുക. അപ്പോഴും അതിൻ്റെ ഉള്ളിലെ വാതിൽ തുറക്കുന്ന ടൈമിൽ കിളികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ചെറിയ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ടും പോവില്ല. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നേരെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാലുള്ള കാഴ്ചനെ കാണുന്നത്. നേരെ ഉള്ളിലേക്ക് കയറുക, ആ ഡോർ ലോക്ക് ചെയ്യുക. പിന്നെയുള്ള കാഴ്ച ഉണ്ട് അത്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള കിളികൾക്കുള്ളൊരു കൊട്ടാരം എന്ന് പറയുന്നത്. ഇതിലിനി പെയിൻ്റ് അടിക്കാനുണ്ട്. വൈറ്റ് കളറാണ് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് ബ്ലാക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട മൊത്തത്തിൽ നമ്മുടെ ഷെഡ് ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ? അടിയിലെ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു ഗ്യാപ്പ് ഇതിൽ ഉണ്ടാവില്ല, അത്രയും നോക്കിയിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പച്ച പാലിട്ടിട്ടുണ്ട്. കാരണം കൊണ്ട് നമുക്ക് ക്ലിയറുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വാതിൽ തുറന്നുള്ള കയറി എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ നമുക്കവിടെ വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പെറ്റ്സുകളെ സ്നേഹിക്കുന്ന എല്ലാവരും വലിയൊരു ആഗ്രഹമായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ഷെഡൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം.